നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ലോകം മറ്റൊരത്ഭുതത്തിന് സാക്ഷ്യം വഹിക്കാൻ പോകുന്നു. അമേരിക്കയുടെ ആരോഗ്യവകുപ്പ് ഇപ്പോൾ ട്രംപ് ഏൽപ്പിച്ചിരിക്കുന്നത് കെന്നഡി എഫ് ജൂനിയറെ. റോബർട്ട് കെന്നഡി എന്ന ബോബി, വിവാദങ്ങൾ നിറഞ്ഞ ഒരു ജീവിതം. ഇതിനേക്കാൾ വലിയ ഒരു ഞെട്ടിക്കൽസ് ഇല്ല എന്ന് തന്നെ പറയാം. US ഹെൽത്ത് ആൻഡ് ഹ്യൂമൻ സർവീസസ് വകുപ്പ് റോബർട്ട് എഫ് കെന്നഡി ജൂനിയറിനെ ഏൽപ്പിച്ചിരിക്കുന്നു ഡൊണാൾഡ് ട്രംപ്. റോബർട്ട് എന്ന ബോബിയുടെ മുന്നിൽ ട്രംപിന്റെ വിവാദങ്ങൾ ചെറുതാണ്. അത്ര കണ്ട് ലോകത്തെ വിവാദങ്ങളുടെ മുൾമുനയിൽ നിർത്താൻ ശക്തിയുള്ളവൻ. റോബർട്ടിന്റെ നിയമനത്തിന് തൊട്ടു പിന്നാലെ ഫൈസർ, മൊഡേണ തുടങ്ങിയ കമ്പനികളുടെ ഓഹരി വിലകൾ ഇടഞ്ഞു. ഇന്ന് ലോകത്തെ നിയന്ത്രിക്കുന്നത് വലിയ ഫാർമ കമ്പനികളാണ്. അവർ മനുഷ്യനാവശ്യമില്ലാത്ത പല മരുന്നുകളും ഉൽപ്പാദിപ്പിക്കുന്നു. അവയ്ക്ക് വലിയ വിലകൾ ഈടാക്കുന്നു. അമേരിക്കൻ ജനത ഇത്തരമൊരു ദുരന്തത്തിന്റെ വക്കിലാണ്. അതുകൊണ്ട് തന്നെ കടുത്ത നിയന്ത്രണങ്ങൾ ഇവർക്കെതിരെ വേണം എന്ന് നിരന്തരം വാദിച്ചിരുന്ന റോബർട്ട് എന്ന ബോബി തന്നെ അമേരിക്കൻ ആരോഗ്യരംഗത്തിന്റെ തലപ്പത്തെത്തി. ശാസ്ത്രീയമായ അടിത്തറയില്ലാതെ വെറും ഗൂഢാലോചന സിദ്ധാന്തങ്ങളിൽ മാത്രം വിശ്വസിക്കുന്ന ഭ്രാന്തനാണ് ബോബി എന്ന് കെന്നഡിയെ ആക്ഷേപിക്കുന്നവർ ഏറെ. ഒരു വകുപ്പിന്റെ തലപ്പത്തിരിക്കാൻ ഇയാൾക്ക് യോഗ്യതയില്ല. അമേരിക്കയ്ക്ക് മാത്രമല്ല, ലോകത്തിന് തന്നെ ഇത് അപകടം വിളിച്ചു വരുത്തുന്ന ഒന്നാവുമെന്നാണ് വിമർശകർ പറയുന്നത്. അമേരിക്കൻ ആരോഗ്യവകുപ്പിന്റെ ഈ വർഷത്തെ ബജറ്റ് തുക $3.09 ലക്ഷം കോടി, ഏകദേശം 253 ലക്ഷം കോടി രൂപ. ബോബിക്ക് 14 വയസ്സുള്ളപ്പോഴാണ് ബോബിയുടെ പിതാവ് റോബർട്ട് കൊല്ലപ്പെടുന്നത്. അന്ന് അദ്ദേഹം അറ്റോർണി ജനറലും സെനറ്ററുമായിരുന്നു. മുൻ അമേരിക്കൻ പ്രസിഡന്റ് ജോൺ എഫ് കെന്നഡിയുടെ സഹോദരൻ. പിന്നീട് ബോബി മയക്കുമരുന്നുകളുടെ ലോകത്തേക്ക് മയങ്ങി വീണു. നീണ്ട 14 വർഷം മയക്കുമരുന്നിന്റെ പിടിയിൽ അയാൾ അകപ്പെട്ടു. കഞ്ചാവ് കൈവശം വെച്ചതിന് 16-ാമത്തെ വയസ്സിൽ അയാൾ അറസ്റ്റിലായി. ബോബിയുടെ ജീവിതം കുത്തഴിഞ്ഞതും പാപ്പരാസികൾക്കത് ഉത്സവവുമായിരുന്നു. മയക്കുമരുന്ന് ഉപയോഗത്തെ തുടർന്ന് 4 തവണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മയക്കുമരുന്ന് പ്രശ്നം അഭിമുഖീകരിക്കവേ അദ്ദേഹം ഹാർവാർഡ് സർവകലാശാലയിൽ നിന്നും നിയമബിരുദം നേടി. പിന്നീട് വിർജീനിയ സ്കൂൾ ഓഫ് ലോ സർവകലാശാലയിൽ നിന്ന് ജൂറിസ് ഡോക്ടർ ബിരുദവും നേടി. പരിസ്ഥിതി പ്രവർത്തനങ്ങളായിരുന്നു ഇഷ്ടമേഖല. 3 വിവാഹം, 6 മക്കൾ. ഹോളിവുഡ് നടിയും സംവിധായികയുമായ ഷെറിൽ ആണ് 3ാം ഭാര്യ. 2005 മുതൽ വാക്സിൻ വിരുദ്ധ സന്ദേശങ്ങളുമായി ജനങ്ങൾക്കിടയിൽ അദ്ദേഹം പ്രവർത്തിച്ചു. അമേരിക്കയുടെ FDA-യും CDC-യും ഒക്കെ ഇദ്ദേഹത്തിന്റെ വാദങ്ങൾ തള്ളിക്കളഞ്ഞു. പ്രതിരോധ വാക്സിനുകളും കുട്ടികളിലെ ഓട്ടിസവുമായി ബന്ധമുണ്ട് എന്ന് അദ്ദേഹം പ്രചരിപ്പിച്ചു. HIV അല്ല എയ്ഡ്സിന് കാരണം. സ്കൂളുകളിൽ വെടിയുതിർക്കുന്ന സംഭവങ്ങളിലെ വർധനവിന് കാരണം വിഷാദരോഗ സംഹാരികളാണ്. കോവിഡ് വാക്സിനുകൾ അടിച്ചേൽപ്പിച്ചതിന് പിന്നിൽ ക്രമവിരുദ്ധ കൂട്ടുകെട്ടുകളുണ്ട് എന്ന് അദ്ദേഹം തുറന്നടിച്ചു. വ്യാജ വിവരങ്ങൾ പരത്തുന്നു എന്ന ആരോപണത്തെ തുടർന്ന് 2021 അദ്ദേഹത്തിന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എടുത്തുമാറ്റി. ഡിഫൻസിന്റെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ നീക്കം ചെയ്തു. COVID-19നുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ നിരവധി പോസ്റ്റുകൾ തങ്ങൾ നീക്കം ചെയ്തിരുന്നുവെന്ന് മാർക്ക് സുക്കർബർഗ് ഒരിക്കൽ വെളിപ്പെടുത്തി. അമേരിക്കൻ ഭരണകൂടത്തിന്റെ നിർദ്ദേശത്തെ തുടർന്നായിരുന്നു അത്. കെന്നഡി ഒരു വാക്സിൻ വിരുദ്ധനായി മാറിയത് അദ്ദേഹത്തിന്റെ മെർക്കുറി മലിനീകരണത്തിനെതിരായ പോരാട്ടത്തെ തുടർന്നായിരുന്നു. പരിസ്ഥിതി പ്രവർത്തകൻ തന്നെയായിരുന്നു ജീവിതകാലം മുഴുവൻ അദ്ദേഹം. സാധാരണ പ്രതിരോധ കുത്തിവയ്പ്പുകളിൽ മെർക്കുറി ചേർന്ന പ്രിസർവേറ്റീവുകൾ ഉപയോഗിക്കുന്നു. അത് കുട്ടികൾക്ക് ഓട്ടിസം വരാൻ ഇടയാക്കുന്നുവെന്ന് അദ്ദേഹം വാദിച്ചു. ദീർഘകാലം അദ്ദേഹം പ്രചരണം നടത്തിയതിനു പിന്നാലെ ദിബർസോൾ 2001 വാക്സിനുകളിൽ നിന്ന് നീക്കം ചെയ്തു. ഇപ്പോഴും നിരവധി വികസ്വര രാജ്യങ്ങളിൽ തിമർസോൾ ചേർന്ന കുത്തിവയ്പ്പുകൾ പ്രചാരത്തിലുണ്ട്. വൻകിട മരുന്ന് കമ്പനികളും FDA-യും ഫെഡറൽ സർക്കാരും തമ്മിൽ വലിയ ഒത്തുകളി അമേരിക്കയിൽ നടക്കുന്നു എന്ന ആരോപണം അദ്ദേഹം ജീവിതം മുഴുവൻ ഉയർത്തി. അതൊരു കൊടുങ്കാറ്റായി പലപ്പോഴും ആഞ്ഞുവീശി. അപകടകരമായ വാക്സിനുകൾ പൊതുജനങ്ങൾക്കുമേൽ അടിച്ചേൽപ്പിക്കുന്നു. 2019 കോവിഡ് രോഗത്തെ തുടർന്ന് വാക്സിനുകൾ പ്രചാരത്തിലായപ്പോഴാണ് അദ്ദേഹത്തിന്റെ വാദങ്ങൾക്ക് കൂടുതൽ ശക്തി കൈവന്നത്. കോവിഡ് കൈകാര്യം ചെയ്യുന്നതിൽ അമേരിക്കൻ ഭരണകൂടം വരുത്തിയ വീഴ്ചകളും വാക്സിൻ എടുപ്പിക്കുന്നതിൽ കാട്ടിയ ധൃതിയും ബിഗ് ഫാർമയും സർക്കാരും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ട് എന്ന കെന്നഡിയുടെ ആരോപണങ്ങൾ കൂടുതൽ പ്രചരണത്തിലാക്കി. ഐവർമെക്റ്റിൻ പോലെ വില കുറഞ്ഞ മരുന്നുകളെ നിരുത്സാഹപ്പെടുത്തി വില കൂടിയ ഫൈസർ, മൊഡേണ വാക്സിനുകൾ അടിച്ചേൽപ്പിക്കുകയാണ് ജനങ്ങൾക്കുമേൽ എന്ന് അദ്ദേഹം വാദിച്ചു. കോവിഡ് കാലത്ത് ലോകമോർക്കുന്ന ഒരു പേരുണ്ട്, ഡോക്ടർ അന്തോണി ഫൗച്ചി.
അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അക്കാലത്ത് കെന്നഡി ഒരു പുസ്തകം എഴുതി. ദ റിയൽ അന്തോണി ഫൗച്ചി എന്നായിരുന്നു പുസ്തകത്തിന്റെ പേര്. വമ്പൻ ഹിറ്റായി മാറി ആ പുസ്തകം. താൻ എന്തെങ്കിലും അധികാരത്തിലെത്തിയാൽ വാക്സിൻ സുരക്ഷ സംബന്ധിച്ച എല്ലാ വിവരങ്ങളും പരിശോധിക്കുമെന്നും പുതിയൊരു പ്രോട്ടോകോൾ കൊണ്ടുവരുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു. കുത്തിവെപ്പുകൾ നിരോധിക്കുമെന്ന് മാത്രം അദ്ദേഹം പറഞ്ഞിട്ടില്ല. ചിലരിൽ വാക്സിൻ ഫലപ്രദമായിരിക്കാം, ഞാനത് എടുത്തുമാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല. ആൾക്കാർക്ക് തെരഞ്ഞെടുക്കാനുള്ള അവകാശമാണ് ഞാൻ നൽകുക. അമേരിക്കയിൽ പൊതുവായ ഉപയോഗത്തിനുള്ള വെള്ളത്തിൽ ഫ്ലൂറൈഡ് ചേർക്കുന്ന ഒരു പദ്ധതിയുണ്ട്. ഇത് പല്ലുകൾക്ക് ബലം വയ്ക്കാനുള്ള ഒരു പദ്ധതിയുടെ ഭാഗമായി ചെയ്യുന്നത്. എന്നാൽ താൻ അധികാരത്തിലെത്തിയാൽ പൊതുവായ ഉപയോഗത്തിലുള്ള കുടിവെള്ളത്തിൽ നിന്നും ഫ്ലൂറൈഡ് നീക്കം ചെയ്യാൻ നിർദ്ദേശിക്കുമെന്ന് ഇദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു. കുടിവെള്ളത്തിലെ ഫ്ലൂറൈഡ് എല്ലുകളുടെ അർബുദം, നാഡീവികസന പ്രശ്നങ്ങൾ, തൈറോയിഡ് രോഗം തുടങ്ങിയവയ്ക്ക് കാരണമാവുന്നു. അമേരിക്കയിൽ 1945 മുതൽ കുടിവെള്ളത്തിൽ നിയന്ത്രിതമായ അളവിൽ ഫ്ലൂറൈഡ് ചേർക്കുന്നുണ്ട്. ടൂത്ത് പേസ്റ്റിൽ ആവശ്യത്തിന് ഫ്ലൂറൈഡ് ചേർക്കുന്നുണ്ടല്ലോ, അതിലപ്പുറം കുടിവെള്ളത്തിലും കൂടി ഇത് ആവശ്യമില്ല എന്ന നിലപാടാണ് ഇദ്ദേഹത്തിനുള്ളത്. കുടിവെള്ളത്തിൽ ഫ്ലൂറൈഡ് ചേർക്കുന്നത് 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പൊതുജനാരോഗ്യ ഇടപെടലുകളിൽ ഒന്നായാണ് അമേരിക്ക കാണുന്നത്. എന്നാൽ കെന്നഡിയെ ഇക്കാര്യത്തിൽ അനുകൂലിക്കുന്ന വലിയൊരു വിഭാഗം അമേരിക്കയിലുണ്ട്. വെള്ളത്തിൽ ചേർക്കുന്ന ഫ്ലൂറൈഡ് ചെറിയ അംശത്തിൽ മാത്രമേ പല്ലുകൾക്ക് പ്രയോജനം ലഭിക്കൂ എന്നതാണ് ഇവരുടെ വാദം. വളരെ ചെറുപ്പത്തിലെ ഫ്ലൂറൈഡ് ചേർന്ന സാധനങ്ങളുമായി ബന്ധമുണ്ടാകുന്നത് കുട്ടികളുടെ ബുദ്ധി വളർച്ചയിൽ തടസ്സങ്ങളുണ്ടാക്കും എന്ന വാദഗതികൾ ഉയരുന്നു. ചുരുക്കത്തിൽ കെന്നഡിവൽക്കരണം തന്നെയാവും ഇനി അമേരിക്കയിലെ ആരോഗ്യരംഗത്തുണ്ടാവുക. അമേരിക്കക്കാരുടെ ജീവിത ദൈർഘ്യം മറ്റ് വികസിത രാജ്യങ്ങളിലെ ജനങ്ങളെക്കാൾ കുറവാണ്. അതിനുള്ള കാരണം അമേരിക്കയിലെ മരുന്ന് കമ്പനികളുടെ കൂടുതൽ ഇടപെടലാണ് എന്ന് കെന്നഡി വിശദീകരിക്കുന്നു. 90കളിൽ അമേരിക്കക്കാരുടെ ജീവിത ദൈർഘ്യം മറ്റുള്ളവർക്കൊപ്പമോ അതിനു മുകളിലോ ആയിരുന്നു. പിന്നീട് മരുന്ന് കമ്പനികൾ ശക്തമായപ്പോൾ പലരും പലവിധ മരുന്നുകളുടെ അടിമകളായി മാറി. തിളച്ച വെള്ളത്തിൽ ചാടിയ തവളകളെ പോലെയാണ് അമേരിക്കക്കാരൻ്റെ സ്ഥിതി. വെള്ളം ചൂടാവുന്നത് അവർ അറിയുന്നില്ല. ഇതിന് സമാനമാണ് പല ചികിത്സകളും. റെസ്റ്റോറൻറ്റുകളിൽ പൂർണ്ണമായും മായം കലർന്ന ഭക്ഷണത്തിലെ വിഷങ്ങൾക്ക് അനുമതി നൽകുന്ന സംവിധാനമാണ് ഇത് അമേരിക്കയിലുള്ളത്. ഈ വിഷങ്ങൾ ഓരോ സൂപ്പർ മാർക്കറ്റിലും എത്തുന്നു. സൂപ്പർ മാർക്കറ്റുകൾ നിറയെ ജങ്ക് ഫുഡുകളുടെ നിർമ്മാണത്തിൽ പലവിധ വിഷങ്ങളുണ്ട്. ടാർട്രാസിൻ എന്ന വിഷം അല്ലെങ്കിൽ മഞ്ഞച്ചായം, ഇതൊക്കെ അപകടകരമാണ്. കൽക്കരിയെ കോക്കാക്കി മാറ്റുമ്പോൾ ഉണ്ടാകുന്ന അവശിഷ്ടമായ ടാർട്രാസിനാണ് മനുഷ്യർക്ക് ഏറ്റവും അപകടം ചെയ്യുന്നത്. ഇത് മനുഷ്യർക്കും പരിസരത്തിനുമൊക്കെ ദൂഷ്യം വരുത്തും. ട്യൂമറുകൾ, ആസ്മ, നാഡീ തകരാറുകൾ, ഹോർമോൺ തകരാറുകൾ, ADHD, ഉത്കണ്ഠ, വിഷാദരോഗം, കുടൽ വ്രണം എന്നിവയ്ക്കൊക്കെ ഇത് കാരണമാകും. കുട്ടികളുടെ പ്രിയപ്പെട്ട ഭക്ഷണങ്ങളിൽ പോലും ഇത്തരം വിഷങ്ങൾ ചേർക്കുന്നു. എന്തിനേറെ പോപ്കോണിൽ പോലും. ഇവയെല്ലാം ഭക്ഷണത്തിൽ നിന്ന് നീക്കം ചെയ്ത് ജങ്ക് ഫുഡിൽ നിന്ന് അമേരിക്കക്കാരനെ രക്ഷിച്ചാൽ നമ്മുടെ കുട്ടികൾ നന്നായി പഠിക്കും, നമ്മുടെ ശരീരഭാരം കുറയും, കൂടുതൽ ഊർജ്ജസ്വലരാകും, ട്യൂമർ ഉള്ളവരുടെ എണ്ണം കുറയും, ജീവിത ദൈർഘ്യം കൂടും. അദ്ദേഹം വിശദീകരിക്കുന്നു. ഇതാണ് അദ്ദേഹം മറ്റുള്ളവർക്ക് മുന്നിൽ പങ്കുവയ്ക്കുന്ന തൻ്റെ ആശയം. അമേരിക്കയെ വീണ്ടും വികസനത്തിലേക്ക് കൈപിടിച്ചുയർത്താൻ മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന ക്യാപ്ഷനാണ് ട്രംപ് ഉപയോഗിക്കുന്നത്. എന്നാൽ കെന്നഡിയുടേത് മെയ്ക്ക് അമേരിക്ക ഹെൽത്തി അഗെയിൻ. ആരോഗ്യരംഗത്തെ ഉടച്ചു വാർക്കുമെന്നാണ് തൻ്റെ സ്ഥാനലബ്ധിയെക്കുറിച്ച് അദ്ദേഹം വിശദീകരിക്കുന്നത്. എന്തുകൊണ്ട് വൻകിട വാക്സിൻ നിർമ്മാതാക്കൾ അദ്ദേഹത്തെ ഭയപ്പെടുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളും നീക്കങ്ങളും. അമേരിക്കയെ ദീർഘകാല രോഗങ്ങളിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും മോചിപ്പിക്കുമെന്ന് അദ്ദേഹം ഉറപ്പ് നൽകുന്നു ജനങ്ങൾക്ക്. ഇതിൻ്റെ പ്രതിധ്വനികൾ ലോകമാകെ പടരും. രോഗചികിത്സയല്ല അമേരിക്കക്കാർക്കും ലോകത്തിനും വേണ്ടത്, രോഗം വരാതെ നോക്കുന്നതിനുള്ള ശ്രമങ്ങൾക്ക് മുൻതൂക്കം നൽകണമെന്ന് അദ്ദേഹം പറയുന്നു. വിവാദങ്ങൾ നിറഞ്ഞതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതമെങ്കിലും ബോബി മറ്റൊരത്ഭുതമാകുമെന്ന് പ്രതീക്ഷിക്കുന്നവരേറെ. ഒരു വശത്ത് വഞ്ചന, തെറ്റായ വിവരങ്ങൾ, വ്യാവസായിക ഭക്ഷ്യ സമുച്ചയവും മയക്കുമരുന്ന് കമ്പനികളുമൊക്കെ അമേരിക്കക്കാരനെ തകർക്കുന്നുവെന്നാണ് ട്രംപ് വിശദീകരിക്കുന്നത്. അതിനൊരു പരിഹാരമായി താൻ നിർദ്ദേശിക്കുന്നത് റോബർട്ട് എന്ന ബോബിയെ. ക്രോണിക് ഡിസീസ്, പകർച്ചവ്യാധികളിൽ നിന്ന് അമേരിക്കക്കാരെ രക്ഷിക്കുകയെന്നതാണ് തൻ്റെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് കെന്നഡി അമേരിക്കൻ ജനതയെ കൈപിടിച്ചുയർത്തുമെന്ന് ട്രംപ് പറയുന്നു. റോബർട്ട് എഫ് കെന്നഡി ജൂനിയറിന്റെ ആരോഗ്യകഥയിൽ മറ്റൊരു ഏടുണ്ട്. 2010 നാടകീയമായ ഒരു സംഭവം. ഒരു നിഗൂഢമായ മസ്തിഷ്ക രോഗം അദ്ദേഹത്തെ കാര്യമായി അലട്ടി. ഓർമ്മ നഷ്ടപ്പെട്ട അവസ്ഥയിൽ അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തുടക്കത്തിൽ ട്യൂമറാണെന്ന് ഡോക്ടർമാർ തെറ്റിദ്ധരിച്ചു. എന്നാൽ ഏറ്റവും ഒടുവിൽ യഥാർത്ഥ കുറ്റവാളിയെ തിരിച്ചറിഞ്ഞു.
ഒരു വിരയാണ് അദ്ദേഹത്തിന്റെ തലച്ചോറിനുള്ളിൽ. തുടർന്ന് റോബർട്ട് എഫ് കെന്നഡി സുഹൃത്തുക്കളോട് പറഞ്ഞു, താൻ ഇന്ത്യയിൽ യാത്ര ചെയ്തപ്പോൾ വേവിക്കാത്ത പന്നിയിറച്ചി കഴിച്ചിരുന്നു. അതിൽ നിന്നാണ് വിര തന്റെ ശരീരത്തിലെത്തിയത്. മത്സ്യം പോലും വിഷമിടാതെ കഴിക്കണമെന്ന പോളിസിക്കാരനാണ് അദ്ദേഹം. അമേരിക്കയിലെ ഭക്ഷ്യ രംഗത്ത് വലിയ വിപ്ലവത്തിനാണ് ഇനി സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. റോബർട്ട് എഫ് കെന്നഡി അത്ര നിസ്സാരക്കാരനല്ല എന്ന് വ്യക്തം. ആരോഗ്യ പരിപാലന രംഗത്ത് സപ്ലിമെന്റുകൾ അധികം ഉപയോഗിക്കുന്ന ശൈലി അമേരിക്കക്കാർക്കുണ്ട്. അതിലൊക്കെ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണമെന്നാണ് കെന്നഡിയുടെ വാദം. 70-കാരനായ കെന്നഡി പാലുകൾ പോലും പാസ്ചറൈസ് ചെയ്ത് വിൽക്കുന്നതിനെ എതിർക്കുന്നു. ഇന്ന് ലോകം നിയന്ത്രിക്കുന്നത് വൻകിട മരുന്ന് കമ്പനികൾ തന്നെയാണ്. അവർ സർക്കാരുകളെ വിലക്കിയെടുക്കുന്നു. അവരുടെ മാഫിയ സംഘങ്ങൾ ലോകത്തെല്ലായിടത്തും ചിതറിക്കിടക്കുന്നു. അതുകൊണ്ട് തന്നെ അമേരിക്കയിലെ ചില മാധ്യമങ്ങൾ ഇപ്പോൾ ആശങ്കപ്പെടുന്നത് മറ്റൊന്ന്, ഈ മരുന്ന് കമ്പനികളും ഭക്ഷണ മാഫിയയും ഒക്കെ ചേർന്ന് റോബർട്ട് എഫ് കെന്നഡിയുടെ ജീവൻ അപഹരിക്കുമോ, അതും ഏതെങ്കിലുമൊക്കെ വിധങ്ങളിൽ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.